ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ സൈഡിലുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് പക്കാവട. ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ആദ്യം 1 കപ്പ് അരിപ്പൊടി എടുക്കാം. അതിലേക്ക് 1/4 കപ്പോളം കടലമാവും കൂടെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കായം, 1/4 ടീസ്പൂൺ മസാലപ്പൊടി എന്നിവ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം കൂടിപ്പോവാതെ കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതിയാകും. അതിനുശേഷം 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഈ കാണുന്ന പരുവത്തിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് തയ്യാറായിട്ടുണ്ട്. എന്നിട്ട് ഒരു സേവനാഴി എടുക്കുക. ആ സേവനാഴിയിൽ ഈ കാണുന്ന രീതിയിലുള്ള തട്ടെടുക്കുക. ആ തട്ടെടുത്തതിന് ശേഷം നമ്മുടെ ഈ മാവ് നമ്മുടെ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. സേവനാഴിയിൽ നിറച്ചതിന് ശേഷം നമ്മുടെ മുകൾ ഭാഗത്തായിട്ട് വേറൊരു ചെറിയൊരു തട്ടും കൂടെ വെച്ച് കൊടുക്കാം. നമ്മളിങ്ങനെ വച്ച് കൊടുക്കുന്നത് നമ്മുടെ ഈ മാവ് തിരിച്ച് കയറി വരാതെ വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ചെറിയൊരു ട്രിക്കാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ വച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇടാം. അപ്പം നിങ്ങൾക്ക് മുറിച്ചാണ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് മുറിച്ചെടുത്താൽ, അല്ലെങ്കിൽ ഉടൻ തന്നെ ചെറുതായിട്ട് മുറിച്ച് ഇട്ടാലും മതിയാകും. എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് മൂപ്പിച്ചെടുക്കരുത്, കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പക്കാവട തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ എളുപ്പത്തിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും കമൻസോ നിർദ്ദേശങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. Thank you for watching guys, and please do subscribe to our channel. Thank you.